നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം എന്ത് വില കൊടുത്തും ഇവരെന്തോ കേരളത്തിൽ അവർക്ക് ജയിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും 3 സീറ്റ് പിടിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോൾ അവർ കാലാകാലങ്ങളായി വന്നിരുന്നൊരു സമ്പ്രദായത്തിൽ നിന്നും മറികടന്ന് കുറച്ച് ക്രിസ്ത്യൻ ഔട്ട്റീച്ചോടെ ഒരു മുമ്പോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിക്ക് വലിയ തലത്തിലുള്ള ഒരു പിളർപ്പിലോട്ട് പോകുന്നുണ്ട്. ചില ആൾക്കാർ എം.ടി. രമേശിനെ പോലുള്ള ആൾക്കാർ പറയുന്നത് ബി.ജെ.പി ഈ ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറയുന്നത് ഒരു താൽക്കാലിക കാരണങ്ങളായിട്ടല്ല കാണുന്നത്, കുറച്ചൊരു ഔട്ട്റീച്ച് ഒരു വലിയ തരത്തിലുള്ള സാധനമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഭാവിയിലോട്ട് എങ്ങനെയെങ്കിലും ബി.ജെ.പിയെ കൊണ്ടുവരാനുള്ള ഒരു ഭാഗമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വലിയ തരത്തിലുള്ള വിവാദമാണ് വരുന്നത്. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് വേണ്ടായിരുന്നു, അത് പാളിപ്പോയി, ക്രിസ്ത്യൻസിൻ്റെ വോട്ടൊക്കെ FCR ബന്ധപ്പെട്ടിട്ടൊക്കെ പിളർന്നു പോയിട്ടുണ്ട്, ഈ ഒരു സാധനം വേണ്ടാന്നും പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു വിഷയം കാണുന്നത്? അതായത് BJPക്ക് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ സഹായത്തോടെ വിജയിക്കാമെന്ന് തെളിയിച്ചെടുത്തത് തൃശ്ശൂരാണ്. കേരളത്തിൽ ആദ്യമായിട്ട് BJPക്ക് ഒരു ലോകസഭാ സീറ്റ് കിട്ടുന്നത് തൃശ്ശൂരാണ്. അത് ചെറിയ കാര്യമൊന്നുമല്ല. അന്ന് എല്ലാ തരത്തിലും ക്രിസ്ത്യൻ സഭയെ സ്വാധീനിച്ച് അവരെ വോട്ട് നേടുന്നതിൽ അവർ വിജയിച്ചു. പക്ഷെ അത് താൽക്കാലികമായിരുന്നു എന്നുള്ളതാണ് പിന്നീട് തെളിഞ്ഞത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ദയനീയമായിട്ടുള്ള പരാജയമാണ് തൃശ്ശൂരിൽ BJPക്ക് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വേണ്ടത്ര രൂപത്തിൽ ക്രിസ്ത്യൻ സഭകളെ ഏകോപിപ്പിച്ച് കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല. അതിന് പല കാരണങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ ക്രിസ്ത്യൻ സഭ ഇളകണമെങ്കിൽ റബ്ബറിൻ്റെ വിലയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ട്. അവരും ഏറ്റവും അധികം റബ്ബർ കർഷകർ ക്രിസ്ത്യാനികളാണ് കേരളത്തിലുള്ളത്. മലയോര കർഷകർ ഏകദേശം നല്ലൊരു ഭൂരിപക്ഷം ക്രിസ്ത്യാനികളാണ്. അപ്പോൾ അവരോട് ബന്ധപ്പെട്ടിട്ടാണ് ക്രിസ്ത്യൻ സഭകൾ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത്. അപ്പം അത്തരം ആളുകളെ വോട്ട് കിട്ടണമെങ്കിൽ ഇവിടെ 300 രൂപ റബ്ബറിൻ്റെ വില കൂട്ടണം എന്ന് പറഞ്ഞിട്ട് നേരെ പാമ്പ്ളാനിയുടെ ഒരു പ്രസ്താവനയുണ്ട്. തലശ്ശേരി ബിഷപ്പായ പാമ്പ്ളാനി പറഞ്ഞത് അത് വളരെ വസ്തുതാപരമാണ്. കാരണം അവരുടെ ക്രിസ്ത്യൻ സഭകളുടെ നിലനിൽപ്പ് തന്നെ ഈ കർഷകരുമായി ബന്ധപ്പെട്ടിട്ടാണ്. കർഷകർ ഒരു നട്ടെല്ലാണ് ക്രിസ്ത്യൻ സഭകൾ എന്ന് യാതൊരു സംശയമില്ലാതെ പറയാം. പക്ഷെ അതൊന്നും പിന്നീട് നടപ്പിലായില്ല. ഇപ്പോൾ നമുക്കറിയാം PC ജോർജും ഷോൺ ജോർജും ക്രിസ്ത്യൻ സഭകളുമായി ഏറ്റെടുത്ത ബന്ധമുള്ള ആളാണ്. അവര് BJPയിലേക്ക് വരികയും അനിൽ ആന്റണി BJPക്ക് വരികയും ചെയ്തപ്പം എല്ലാവരും കണക്കൂട്ടിയത് ക്രിസ്ത്യൻ സഭകളിൽ നിന്നുള്ള വലിയൊരു കുത്തൊഴുക്ക് BJPയിലേക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷെ അത് കേരളത്തിലെ ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ എവിടെയെങ്കിലും പ്രതിഫലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ധ്രുവീകരണം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സഭകൾ UDFയിലേക്ക് തിരിച്ചുപോയി എന്നുള്ളതാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിന്ന് മനസ്സിലാവുന്നത്. അതേപോലെ ഇപ്രാവശ്യത്തെ നിയമസഭാ ഇലക്ഷനിലും അവർക്ക് വേണ്ടത്ര രൂപത്തിൽ BJPക്ക് അത് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുതയാണ് പുറത്തു വരുന്നത്. ഈവൻ പാലായിൽ ഷോൺ ജോർജ് പോലും 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തോ എത്തുമെന്നുള്ളത് ക്രിസ്ത്യാനികളുടെ ഒരു വോട്ട് ഏകീകരണം ഉണ്ടായിട്ടുണ്ട് അവർക്ക് അനുകൂലമായിട്ട്. പക്ഷേ PC ജോർജ് ഒറ്റയ്ക്ക് നിന്ന് ജയിച്ചൊരു സ്ഥലമാണ് പൂഞ്ഞാറ്. അവിടെ ഇതുവരെ ഉള്ള റിപ്പോർട്ടുകൾ പ്രകാരം PC ജോർജ് ചിലപ്പോൾ 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തോ ആയിരിക്കും, ബഹുദൂരം പിന്നിലാണ് എന്നുള്ളതാണ്. വേറെ ഏത് സീറ്റിലാണ് അവർക്ക് ക്രിസ്ത്യൻ സഭകളുടെ പിന്തുണ കിട്ടിയിരിക്കുന്നത്? തിരുവനന്തപുരത്ത് നേമത്ത് ക്രിസ്ത്യൻ സഭകളുടെ പിന്തുണ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരപ്രകാരം UDFന് പോയി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിലെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒറ്റ ബ്ലോക്കായിട്ട് UDFയിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ള സത്യമാണ് നമ്മളെ മുന്നിൽ ഉള്ള ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സർവേകളെല്ലാം തന്നെ പ്രതിഫലിപ്പിക്കുന്നത്. ക്രിസ്ത്യാനികൾ കേരളത്തിൽ UDFനോട് LDFയിൽ നിന്ന് BJP നിന്ന് അകന്നു പോകുന്നു. അടുത്ത ആൾക്കാരൊക്കെ അകലാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനൊരു കാരണമായിട്ട് FCR വരുന്നത് കാണുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ FCR ആണ് ഇപ്പോൾ അടുത്ത കാലത്ത് പ്രശ്നമായിട്ട് വന്നിട്ടുള്ളത്. FCRയിലുള്ള അവർക്കുള്ള ആശങ്ക വളരെ വലുതാണ്. കാരണം അവരുടെ സഭകളെ ഒക്കെ തന്നെ വിദേശത്തുള്ള ധാരാളം ഫണ്ട് കിട്ടുന്നുണ്ട്. ആ ഫണ്ടിൻ്റെ മുകളിലുള്ള ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ നിയമങ്ങൾ കൊണ്ടുവരികയും അതും ഇലക്ഷൻ്റെ തൊട്ട മുമ്പാണ് ഈ ലോക്സഭയിൽ ഇത് അവതരിപ്പിക്കുന്നത്. അത് ഇവിടുത്തെ ക്രിസ്ത്യൻ സഭകളെ മൊത്തത്തിൽ ചൊടിപ്പിക്കുകയും അവരൊറ്റക്കെട്ടായിട്ട് അത് UDFയിലേക്ക് പോകുന്ന ഒരു രംഗമാണ് കണ്ടത്. FCR എന്ന് പറയുന്നത് നിയമ ഭേദഗതി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് ദിവസം രാവിലെ ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമായിരുന്നു. പത്തനംതിട്ട വഴിയാണ് പോയത്. ഞാൻ അവിടുത്തെ MP ആയ ആൻ്റോ ആൻ്റണീൻ്റെ ഒരു ഇൻ്റർവ്യൂ ഫിക്സ് ചെയ്തിട്ടാണ് പോയത്. എനിക്ക് തിരുവനന്തപുരത്ത് ഫംഗ്ഷനിൽ പങ്കെടുത്ത് തിരിച്ചു വരുന്നേരം അദ്ദേഹത്തെ ഇൻ്റർവ്യൂ തരാമെന്ന് പറഞ്ഞു. പക്ഷേ തിരിച്ചു വരുമ്പോഴേക്ക് അദ്ദേഹം നേരെ FCR നിയമ ഭേദഗതി പ്രശ്നം വന്നപ്പോൾ ഡൽഹിയിലേക്ക് എല്ലാ കോൺഗ്രസിൻ്റെ MPമാരോടും UDFിൻ്റെ MPമാരോട് എത്താൻ പറയും, പാർലമെൻറ്റ് സ്തംഭിപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം വന്നായിട്ട് അവരങ്ങോട്ട് പോയി. അതവിടെ പോയി സ്തംഭിപ്പിച്ചതോടുകൂടി
ഈ FCRA ഭേദഗതി നിയമം വന്നു കഴിഞ്ഞാൽ അതിന് ഏറ്റവും അധികം ദോഷം ബാധിക്കുന്നത് ക്രിസ്ത്യൻ സഭകൾക്കാണ്, മുസ്ലിം അതേപോലെ സംഘടനകൾക്കുള്ള മുസ്ലിം സംഘടനകൾക്കാണ് ഇതുണ്ടാവാൻ പോകുന്ന കാരണത്തോട് കൂടിയിട്ട് അവിടെ UDF ആണ് ശക്തമായി, കോൺഗ്രസ് ആണ് പ്രതിരോധിച്ചത് എന്നുള്ളത് മനസ്സിലാക്കി ഇവിടുത്തെ മുസ്ലിം സഭകൾ ഒറ്റക്കെട്ടായി എങ്ങോട്ട് നീങ്ങി, UDFിലേക്ക് നീങ്ങി. അതാണ് ഒരു വലിയ തിരിച്ചടി. പിന്നെ രണ്ടാമത് നമ്മുടെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങൾ, പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലുള്ള ക്രിസ്ത്യൻ സഭകൾക്കെതിരെയുള്ള വലിയ തോതിലുള്ള അതിക്രമങ്ങൾ അത് വലിയ തോതിൽ കേരളത്തിൽ ബാധിച്ചിട്ടുണ്ട്. ഏറ്റവും ഉദാഹരണത്തിന് ഛത്തീസ്ഗഡിൽ പോയി നമ്മുടെ റോജി എം ജോൺ അവിടെ പോയിട്ട് അവിടെ 4-5 കന്യാസ്ത്രീകൾ കുടുങ്ങിപ്പോയിരുന്നു. അവിടെ മതപരിവർത്തനം എന്ന് പറഞ്ഞിട്ട് അവരെ അറസ്റ്റ് ചെയ്തിരുന്നു കന്യാസ്ത്രീകളെ. പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതും അവിടെ ഈ BJPൻ്റെ അടുത്തുനിന്നും ബജറംഗിൻ്റെ അടുത്തുനിന്നൊക്കെ ഉണ്ടായുള്ള അധിക്ഷേപങ്ങളും അവർ മനഃപൂർവ്വം വരെ കള്ളക്കേസിൽ കുടുക്കിയതും വലിയ തോതിൽ അത് തിരിച്ചടിയായിട്ട് കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട്. അത് ചെറുതായി കാണാൻ പറ്റില്ല. അതുപോലെ മണിപ്പൂരിൽ ഉണ്ടായിട്ടുള്ള കലാപങ്ങൾ, അവിടെയുള്ള പള്ളികളൊക്കെ ചുട്ടെരിച്ചതൊക്കെ തന്നെ വലിയ തോതിൽ കേരളത്തിലും മണിപ്പൂർ മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും മിഷണറിമാരെ ഉപദ്രവിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ തന്നെ കേരളത്തിൽ വ്യാപകമായി ക്രിസ്ത്യാനികളുടെ ഇടയിൽ പഴയ രൂപത്തിലുള്ള ഒരു മുന്നേറ്റം അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കാനുള്ള ഒരു ശക്തി BJPക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ BJP പ്ലാൻ ചെയ്ത പ്രകാരം ക്രിസ്ത്യാനികളെ കൊണ്ടുവരാൻ ഇത്തവണ കഴിഞ്ഞിട്ടില്ല. അതിൽ BJPക്കുള്ളിൽ തന്നെ വലിയ സ്പ്ലിറ്റ് ആണുള്ളത്. ഇതൊക്കെ നടക്കുമ്പോഴും BJP അവർ ചെയ്തൊരു കാര്യം, അവർക്ക് സഹമന്ത്രി, ക്രിസ്ത്യൻ സമൂഹത്തിന് ഒരു സഹമന്ത്രിയെ കൊടുത്തു. അപ്പം ഈ ഒരു സാധനം അവർക്ക് വോട്ടായി കിട്ടും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ, ഒരു പ്രതീക്ഷ കൊണ്ടാണ് അവർ ആ സാധനം അന്ന് കൊടുത്തത്. അത് പ്രതിഫലിക്കാൻ ചാൻസ് ഉണ്ടോ? അത് വെറുതെ ആവുമോ? അല്ല, ഒരു മന്ത്രി കൊടുത്തോണ്ട് മന്ത്രിക്ക് പോലും കൃത്യമായിട്ട് അവരുടെ അവകാശങ്ങളെ, അവർക്കുള്ള വിഫലതകൾ അകറ്റാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? നമ്മുടെ ജോർജ് കുര്യൻ്റെ കാര്യമാണല്ലോ പറയുന്നത്. ജോർജ് കുര്യൻ വന്നിട്ട് എന്ത് പരിഹാരമാണ്, എന്ത് മറുപടിയാണ് അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞിട്ടുള്ളത്? അത് ബബ്ബ അടിക്കാനല്ലാതെ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള വിഫലതകൾക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പം അതിന് കൃത്യമായി മറുപടി പറയാൻ പറ്റാതെ അദ്ദേഹം നേരത്തെ BJP നേതാവായിരുന്നു, BJPയിൽ വന്നു, ക്രിസ്ത്യാനികളെ അദ്ദേഹം വഴി ഇങ്ങോട്ട് കൊണ്ടുവരാനൊക്കെ ഉള്ള നീക്കം ഉണ്ടായിരുന്നു. നേരത്തെ അൽഫോൻസ എന്നാണ് അൽഫോൻസ എന്നൊരു മന്ത്രി ഉണ്ടായിരുന്നല്ലോ, CPM എന്ന് മാറി, പിന്നീട് CPM MLA ആയിരുന്നു അദ്ദേഹം, കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് മാറി, പിന്നീട് BJPയിലെത്തിയ നേതാവ്. അദ്ദേഹം BJPയിൽ എത്തിയിട്ടും എന്തെങ്കിലും നേട്ടമുള്ളതായിട്ട് കണ്ടിട്ടില്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ സ്വാധീനമുള്ള ജോർജ് കുര്യനോ അല്ലെങ്കിൽ നമ്മുടെ സുരേഷ് ഗോപിക്കോ ഇവരുടെ ഏതെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള എന്തെങ്കിലും വഴികൾ പറയാൻ പറ്റുമോ? ഒന്നും അവർക്ക് പ്രസ്താവനകൾ ഏർക്കല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ജോർജ് കുര്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുറച്ച് മാത്രം സംസാരിക്കുന്ന ഒരു നേതാവാണ്, കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. പക്ഷേ ഇപ്പോൾ ഉണ്ടായുള്ള FCRA ഭേദഗതി നിയമം അദ്ദേഹത്തെ പോലും ചൊടിപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ പോലും അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം. അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി അതിനകത്ത് പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ സഭകൾക്കുള്ള വിഹ്വലതകൾ മാറ്റാൻ ഇവർക്ക് കഴിഞ്ഞില്ല. അതേസമയത്ത് UDF ആകട്ടെ, UDF MP ഒറ്റക്കെട്ടായി ഡൽഹിയിൽ പോവുകയും അവിടെ ബഹളമുണ്ടാക്കി ഈ FCRA ഭേദഗതി നിയമം കൊണ്ടുവരാനുള്ള കാര്യം തടസ്സപ്പെടുത്തി നിർത്തലാക്കുകയും ചെയ്തു എന്നുള്ള ക്രെഡിറ്റ് കൂടി ഉണ്ട്. അപ്പോൾ ആരുടെ കൂടെയാണ് പോവുക? അവിടെ ലോകസഭ സ്തംഭിപ്പിച്ചിട്ട്, രാജ്യസഭ സ്തംഭിപ്പിച്ചിട്ട് ഈ നിയമ ഭേദഗതി കൊണ്ടുവരാനുള്ള ചർച്ച വഴിക്കിൽ വെച്ച് നിർത്തേണ്ടി വന്നു. കേരളത്തിലുള്ള BJPക്ക് അവസാനം ഇവിടുന്ന് ബന്ധപ്പെടേണ്ടി വന്നു. എങ്ങനെ ചർച്ച നിർത്തിവെക്കണം എന്നുള്ളത് കേരളത്തെ ബാധിക്കുമെന്ന് പറഞ്ഞു. അത് നിർബന്ധമായും കേരളത്തിലെ BJPയിലേക്ക് പോയ ക്രിസ്ത്യാനികൾ പിന്നോട്ട് വന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും തെളിവാണ് തൃശ്ശൂരിലൊക്കെ ഉണ്ടായിട്ടുള്ള തിരിച്ചടികൾ. തൃശ്ശൂരിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കോർപ്പറേഷൻ 36 വാർഡുകളിൽ കഴിഞ്ഞ തവണ BJPക്ക് അനുകൂലമായിട്ട് വിജയമുണ്ടായിട്ടുള്ളതാണ്. അതായത് സുരേഷ് ഗോപിക്ക് 36 ഡിവിഷനുകളിൽ, കോർപ്പറേഷൻ 36 ഡിവിഷനിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 36 ഡിവിഷൻ ഭൂരിപക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ കോർപ്പറേഷൻ ആരുടെ കൈവശമാണ്? BJPൻ്റെ കൈവശമാണ്, NDAൻ്റെ കൈവശമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അവിടെ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് കോൺഗ്രസ് UDF അധികാരത്തിൽ വരികയാണ് ചെയ്തത്. അതേപോലെ മറ്റുള്ള എല്ലാ മേഖലകളിലും BJPക്ക് കഴിഞ്ഞ തവണ സുരേഷ് ഗോപിക്ക് നേട്ടം ഉണ്ടാക്കി കൊടുത്ത 7 നിയോജക മണ്ഡലങ്ങളിലും പിന്നോട്ടടിച്ചു പോയി. ഒരു സ്ഥലത്ത് പോലും അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായില്ല എന്നുള്ള സത്യം. എല്ലാ ക്രിസ്ത്യൻ സംഘടനകളും ഇപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ദീപകയുടെ മുഖപത്രം തന്നെ അതിരൂക്ഷമായിട്ടാണ് PC ജോർജിനും ഷോൺ ജോർജിനെതിരെ എഴുതിയതും. ഇവൻ അവർ കൃത്യമായിട്ട് പേരെടുത്ത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും ഇൻഡയറക്റ്റ് പരോക്ഷമായിട്ട് അവർ
ഇതിനെതിരെ രൂക്ഷമായിട്ട് പറഞ്ഞായിരുന്നു. ഇപ്പം ഇലക്ഷൻ നടക്കുന്നതിന് 2-3 ദിവസം മുമ്പാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം ബന്ധപ്പെട്ട് BJP ഉള്ളിൽ തന്നെ വലിയ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഷോൺ ജോർജും ഇവരും ഇങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊരു പറയുന്നുണ്ട്. അതായത് ഷോൺ ജോർജും അതേപോലെ PC ജോർജും ആ കാര്യത്തിൽ ക്രൈമുമായിട്ട് ഭയങ്കര അടുത്ത ബന്ധമുള്ള ആൾക്കാരാണ്. അവർ നമുക്ക് ധാരാളം സഹായങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. പക്ഷേ അവർക്ക് തെറ്റുപറ്റി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഷോൺ ജോർജും അതേപോലെ PC ജോർജും രണ്ടുപേരും കൂടി ചേർന്ന് അവരോട് ഒരു ഭീഷണി സ്വരത്തിൽ സംസാരിക്കേണ്ടായി. ഞങ്ങൾക്ക് FCRA പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങളെ വിളിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയും. ഞങ്ങൾ FCRA ലംഘനം നടത്തിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ട്. അത് വെച്ച് കേന്ദ്ര ഗവൺമെന്റ് നിങ്ങളെ പൂട്ടുമ്പോൾ ഞങ്ങളെ വന്ന് സമീപിക്കണ്ട. ഞങ്ങൾക്ക് ഞങ്ങളെ ആവശ്യമുള്ള സമയത്ത് നിങ്ങളെ സഹായം കിട്ടിയില്ല, പിന്നെ ഞങ്ങൾ എന്തിനാണ് നിങ്ങളെ സഹായിക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചത്. അതിന് മറുപടിയായിട്ട് പറഞ്ഞെന്താ പാലാ ബിഷപ്പ്, ഞങ്ങളെ വിരട്ടിയിട്ടൊന്നും നിയന്ത്രിക്കാമെന്ന് കരുതണ്ട. ഞങ്ങളെ അങ്ങനെ വിരട്ടിയിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ തടസ്സപ്പെടുത്താമെന്ന് ആരും കരുതുന്നുണ്ടെങ്കിൽ അത് വെൽഡികളുടെ സ്വർഗത്തിലാണ് എന്ന് കരുതിയാൽ മതി എന്ന് പറഞ്ഞിട്ട് തിരിച്ചടിക്കുകയും ചെയ്തു. അതായത് ഷോൺ ജോർജും അതേപോലെ PC ജോർജും കൂടെ പറഞ്ഞ പ്രസ്താവന മൊത്തത്തിൽ BJPയിൽ ചർച്ചയാവുകയും അത്തരം പ്രസ്താവനകളിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൊടുത്തു എന്നാണ് പുറത്ത് വന്ന വിവരം. അവരുടെ ഉള്ളിലുള്ള വിവരമാണ്, രഹസ്യമായ വിവരമാണ്. അത് അവർക്ക് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നുള്ളതാണ് സത്യം. കാരണം അവരെന്ത് തരത്തിലാണോ ഈ ക്രിസ്ത്യൻ സഭകളെ നിയന്ത്രിക്കാൻ വേണ്ടി ഭീഷണിപ്പെടുത്തിയത് അത് തിരിച്ചടിയായി മാറി എന്നുള്ളതാണ് അവർ കരുതുന്നത്. അതിൻ്റെ അർത്ഥം തുടർന്ന് ക്രിസ്ത്യൻ സഭകളെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ എന്തെങ്കിലും കാട്ടിയ നിങ്ങളെ ശരിയാക്കി കളയാമെന്ന് പറഞ്ഞാലൊന്നും അവർ വഴങ്ങില്ല. പകരം അവർ മൊത്തത്തിൽ ഇത്തരത്തിൽ വിദ്വേഷം കൊണ്ട് അവർ UDFിലേക്ക് പോയി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇത്തവണ തന്നെ 18% വോട്ട് അധികമായിട്ട് ഏറ്റവും കൂടുതൽ UDFിലേക്ക് പോയിട്ടുള്ളത് ക്രിസ്ത്യൻ വോട്ടുകളാണ്. കഴിഞ്ഞ തവണ UDFിന് നഷ്ടപ്പെട്ട വോട്ടുകൾ 18%, ഇവിടെ ക്രിസ്ത്യൻ നഷ്ടപ്പെട്ട 15% UDFിലേക്ക് പോയി എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് പ്രത്യേകമായി എടുത്ത് പറഞ്ഞ കാര്യം. അപ്പോൾ അതിനർത്ഥം എന്താണ്? ക്രിസ്ത്യൻ സഭകളാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ UDFിന് ഗുണം ചെയ്തത് എന്നുള്ളതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കേറാമലയാണ് കേരളം, തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങൾ. അപ്പോൾ എന്ത് വില കൊടുത്തും കേരളം പിടിക്കുക എന്നുള്ളത് പെട്ടെന്ന് നടക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പരിപാടികളാണ് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പോലത്തെ പരിപാടികൾ. ഇതേ സംഭവങ്ങൾ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള PC ജോർജ് പോലത്തെ ആൾക്കാർ അവർക്ക് തന്നെ ഒരു മെനയാകുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. അതിൻ്റെ ഇടയിൽ നടക്കുന്ന FCRA പ്രശ്നങ്ങൾ, മണിപ്പൂരിലെ പ്രശ്നങ്ങൾ, ഇപ്പം ഇതെല്ലാം പാടെ കൂട്ടി വായിക്കുമ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മുഴുവനായും അല്ലെങ്കിൽ ഒരു പരിധി വരെ UDFിലോട്ട് തിരിച്ചു പോയി എന്നുള്ള സാധനമാണ് നമുക്ക് ഓവറോൾ കിട്ടുന്നൊരു കാര്യം. അല്ല, അത് തന്നെയാണ് നമ്മളെ മുന്നിലുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, വെളുക്കാൻ തെച്ചത് പാണ്ടായ പോലെയാണ് ഇപ്പോൾ BJPയുടെ സ്ഥിതി. BJPക്ക് ഏറ്റവും കൂടുതൽ ശക്തമായി വളരാൻ വേണ്ടിയിട്ടാണ് മന്ത്രിയെ തന്നെ കൊടുത്തത്. അത് അവസാനം ഇപ്പം എന്തായി? ഈ ഇലക്ഷനിൽ യാതൊരു നേട്ടവുമില്ലാത്ത രൂപത്തിൽ മാറി എന്ന് മാത്രമല്ല, ഈവൻ നിയമത്ത് പോലും അട്ടിമറി നടക്കാം എന്നതിന് കാരണം ഈ ക്രിസ്ത്യൻ സഭകളുടെ വോട്ട് മറിയാൻ പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ ചിലപ്പോൾ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ തോറ്റിട്ടില്ലെങ്കിൽ BJP അടുത്ത കാലത്തൊന്നും കേരളത്തിൽ വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വരും.